ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രം എങ്ങനെ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം ഇതുപോലെ നല്ലോണം കരിഞ്ഞിട്ടിരിക്കും. അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ മൈലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. നല്ല ഡാർക്ക് കളറിൽ മൈലാഞ്ചി കിട്ടുന്നത് എങ്ങനെയാണെന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല, ക്ലീൻ ആക്കുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം എങ്ങനെയാണ് ആദ്യം ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മൈലാഞ്ചി റെഡിയാക്കാനായിട്ട് വെച്ചിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കിയാൽ നല്ലോണം കരിഞ്ഞിട്ടിരിക്കും പാത്രം. ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിലുള്ള ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ പാത്രം ഇതുപോലെ നമ്മൾ പാട്ടയാണെങ്കിലും വേറെ ഏത് പാത്രമാണെങ്കിലും ഇതുപോലെ ഇരിക്കും. അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാനുള്ള ആകൊരു മടി പാത്രം ക്ലീൻ ആക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടുള്ള പഴയ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്നാൽ പിന്നെ ക്ലീൻ ആക്കാതെ തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ആക്കാം. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഉപയോഗിക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിലാണ് ഈ രീതിയിലൊക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതിലത്തെ ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. മറ്റേത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പാത്രം കൊണ്ടുപോയി വെയിലത്ത് വെക്കുക, 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ ഇതങ്ങോട്ട് ഇളകിപ്പോരും. ഇനി രണ്ടാമത്തെ രീതിയിൽ ക്ലീൻ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയ ഉടനെ തന്നെ ആ ചൂടോടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ഈ പാത്രം നിറയെ തന്നെ വെള്ളം ഒഴിച്ച് വെക്കുക. അത് ചൂടോടെ തന്നെ ഒഴിച്ച് വെക്കണം. ഇനി ഇത് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ കുതിർക്കാനായിട്ട് വെക്കുക. ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇനി ക്ലീൻ ചെയ്യേണ്ടത് വൈകുന്നേരമാണ്. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കുതിർന്ന് കിട്ടും. ഇത് 4-5 മണിക്കൂർ വെക്കുമ്പോഴേക്കും ഇതിലത്തെ ഏകദേശം അടി പിടിച്ചതൊക്കെ ഇളകി പോരാനായിട്ട് തുടങ്ങും. അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തതിന് ശേഷം ബാക്കി പിടിച്ചത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ലിക്വിഡ് കിട്ടാനായിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ബൗളാണ്. ഇതിലും തന്നെ മൈലാഞ്ചിയുടെ കറ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലെ ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. സുർക്ക ഒരു 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി കല്ലുപ്പ് തന്നെ ചേർക്കാനായിട്ട് നോക്കുക. പൊടിപ്പിനേക്കാൾ നല്ലത് കല്ലുപ്പാണ്. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും തന്നെ ഒരു 1-2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി പറയുന്നില്ല, അത്യാവശ്യം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ടിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. പാത്രം നിറയെ വെള്ളം വെക്കരുത്. അപ്പോൾ തിളച്ച് പൊങ്ങുമ്പോൾ ആകെ പുറത്തേക്ക് പോകും. അപ്പോൾ ഒരു 3/4 ഭാഗം ഫുള്ളാക്കിയിട്ട് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇത് തിളച്ച് വരാൻ തുടങ്ങിയാൽ പെട്ടെന്ന് ഓഫാക്കരുത്. ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ചും കൂട്ടിയിട്ടും ഇങ്ങനെ കുറച്ച് നേരം നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫ്ലെയിം ഓഫാക്കിയാൽ മതി. അത്രയും ടൈം തിളക്കുമ്പോൾ ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തിളച്ച് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിൻ്റെ ശേഷം ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു പോരും. മെല്ലെ തട്ടിക്കൊടുത്താൽ മതി. കത്തി ഉപയോഗിക്കുന്നതുകൊണ്ട് പാത്രം കേടാവാതെ
തന്നെ അത്യാവശ്യം നല്ലോണം പിടിച്ചിട്ടുള്ളതൊക്കെ പോന്നിട്ടുണ്ട്. ഇനി ബാക്കി പോരാത്ത നമ്മൾ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഹാഷായിട്ട് ഉരച്ചു കൊടുക്കരുത്. ഞാൻ പതുക്കെയാണ് ഉരക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലെങ്തി ആയിട്ടുള്ളത്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലും ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ ഉരച്ചു കൊടുക്കുക. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ആയതുകൊണ്ട് പാത്രത്തിൽ വര വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ ഉരച്ചു കൊടുക്കുക കേട്ടോ. ഇനിയും പോരാത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡയും സുർക്കയും കൂടെ പാർന്നിട്ട് കുറച്ച് ടൈം ഒന്ന് വെക്കുക. എന്നിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതും തന്നെ പെട്ടെന്ന് പോരും. അപ്പോൾ നമുക്ക് ഈ ചെറിയ ബൗളും കൂടെ ഉരക്കുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പോന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.